ഡിജിറ്റൽ മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പിന്നാണ്. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ നോട്ടീസ് ബോർഡിലൊക്കെ ഫിക്സ് ചെയ്യുന്ന ഇതിന് ഉപയോഗിക്കുന്ന അങ്ങനത്തെ ഒരു പിന്നാണ് ഞാൻ ഇന്ന് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നേരെ പാർട്ട് ന്യൂ ഫ്രണ്ട് പ്ലെയിൻ ആദ്യം സെലക്ട് ചെയ്യുക. അതെന്ന് പറഞ്ഞാൽ ആദ്യം ഒരു പേപ്പർ ഒന്ന് എടുക്കാം. അതിന് നമുക്ക് ഒരു XY പ്ലെയിൻ ഒരു പേപ്പർ, അതാണ് ഉദ്ദേശിക്കുന്നത് ഫ്രണ്ട് പ്ലെയിൻ. ഓക്കെ, സ്കെച്ച് സർക്കിൾ എടുക്കുക. അത് ഡയമീറ്റർ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഡയമീറ്റർ വേറെ പാടൊന്നുമില്ല, 8.35 mm അത്രയേ ഉള്ളൂ. ചെറിയൊരു പിന്നാണിത്. അതിനകത്ത് ഫീച്ചേഴ്സിൽ പോയി എക്സ്ട്രൂഡ് അപ് ടു 2.1 mm 2.5 mm. എന്നിട്ടൊരു ആംഗിൾ കൊടുക്കണം. അതിന് ഡിഗ്രി 20 ഡിഗ്രി. ഓക്കെ, എന്നിട്ട് ഇവിടെ ഒരു ആംഗിൾ കൊടുക്കണം. ഫില്ലൈറ്റ് കൊടുക്കാം. ഫില്ലൈറ്റിൽ 1.75 mm ഈ പ്ലെയിൻ. ഓക്കെ കൊടുക്കാം. എന്നിട്ട് ഈ ഫേസ് സെലക്ട് ചെയ്യാം. നോർമൽ ടു സ്കെച്ച് കൺവേർട്ട് എൻറ്റിറ്റി. അപ്പോൾ ഈ സർക്കിള് സ്കെച്ചായി മാറിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഫീച്ചേഴ്സിൽ പോയി എക്സ്ട്രൂഡ് ടോപ്പ് ലൈൻ extrude 8.25 mm 8.25 mm angle 5 mm. ഓക്കെ, ഏകദേശം രൂപ ആയിട്ടുണ്ട്. ഇനി അഗൈൻ ഈ ഫേസ് സെലക്ട് ചെയ്യുക. സ്കെച്ച് കൺവേർട്ട് എൻറ്റിറ്റി, അതേ സ്കെച്ച് നമുക്ക് ആവശ്യമുള്ളൂ. സ്കെച്ച് ഫീച്ചേഴ്സിൽ പോയി എക്സ്ട്രൂഡ് ഓൺലി 0.5 mm. ഓക്കെ, ഡിഗ്രി വന്നിട്ട് ആംഗിൾ വന്നിട്ട് 80 ഡിഗ്രി ഔട്ട്വേർഡ് ഡയറക്ഷൻ. അവിടെ ക്ലിക്ക് കൊടുത്താൽ മതി. ഇപ്പം ഏകദേശം ഒരു പ്ലേറ്റിന്റെ രൂപമായിട്ടുണ്ട്. ഓക്കെ കൊടുക്കാം. എന്നിട്ട് അഗൈൻ സെയിം ഫേസ് സ്കെച്ച് കൺവേർട്ട് എൻറ്റിറ്റി. അത് പറഞ്ഞാൽ ഈ സർക്കിളിനെ ഒരു ഡ്രോയിങ് ആക്കി മാറ്റാൻ അത്രയേ ഉള്ളൂ, വേറെ പാടൊന്നുമില്ല. അഗൈൻ ഫീച്ചേഴ്സ് എക്സ്ട്രൂഡ് 3D ആക്കണം. 0.25 mm. ഓക്കെ, 0.25 mm. ഓക്കെ എടുത്തിട്ടുണ്ട്. ആംഗിൾ ഒന്നും വേണ്ട. ഇനി നമുക്ക് ആംഗിളിന് പകരം നേരെ ഇൻസേർട്ട് ഫീച്ചേഴ്സ് ഡോം എടുക്കാം. ഈ ഫേസ് സെലക്ട് ചെയ്യാം. ആംഗിളിൻ്റെ അവിടെ 1 mm സെലക്ട് ചെയ്യാം. എന്നിട്ട് എലിപ്റ്റിക്കൽ വ്യൂ അത് കൊടുക്കാം. അപ്പോൾ നമുക്ക് എലിപ്റ്റിക്കൽ ആയിട്ടുള്ള ഒരു ഡോം ഷേപ്പ് കിട്ടിയിട്ടുണ്ട് കേടാ. അതിൻ്റെ വ്യൂ പ്രത്യേക തരം തന്നെ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. എന്നിട്ട് നമുക്ക് അപ്പിയറൻസിൽ പോവാം. കളർ ഞാനൊരു പച്ച തന്നെ ഞാൻ എടുക്കുന്നുണ്ട്. ഗ്രീൻ തന്നെ ഞാൻ എടുക്കാണ്. ഓക്കെ കൊടുക്കാം. എടുത്തു. വ്യൂ ഒന്ന് പ്ലെയിൻ വൈറ്റ്. ഇതാണ് അതിൻ്റെ ഗ്രീൻ്റെ കളർ. ഡൗൺ ഫേസ് സെലക്ട് ചെയ്യാം. സ്കെച്ച് സർക്കിൾ എടുക്കാം. ഡയമീറ്റർ വന്നിട്ട് 1.17 mm. ഓക്കെ കൊടുത്ത് ഫീച്ചേഴ്സ് കട്ട് എക്സ്ട്രൂഡ് കട്ട് ഇൻസൈഡിലൊരു കട്ട് 5 mm ഓൺലി. ഓക്കെ കൊടുക്കാം. അവിടെ ഇൻസൈഡിലൊരു കട്ടായിട്ടുണ്ട്. ഇനി അതേ കട്ടിങ്ങിൻ്റെ ഏറ്റവും ലാസ്റ്റത്തെ ഫേസ് എടുക്കാം. സ്കെച്ച് കൺവേർട്ട് എൻറ്റിറ്റി, അതിൻ്റെ ഡ്രോയിങ് ആയിട്ട് 2D സ്കെച്ച് ആക്കി മാറ്റാം. എക്സിറ്റ് കൊടുത്തിട്ട് ഫീച്ചേഴ്സിൽ പോയി എക്സ്ട്രൂഡിൽ 12.5. ഓക്കെ, അത് വന്നിട്ടുണ്ട്. നമുക്ക് മെർജ് റിസൾട്ടിന് അൺടിക്ക് കൊടുത്തിട്ട് ഓക്കെ കൊടുക്കാം. അതെന്തിനാണെന്ന് വെച്ചാൽ ഇതിൻ്റെ കളർ നമുക്ക് മെറ്റലാണല്ലോ ഇത് വേണ്ടത് അതിന്. അപ്പോൾ ഇത് സെലക്ട് ചെയ്തിട്ട് അപ്പിയറൻസിൽ മെറ്റലിൽ അലുമിനിയം ക്രോം പോളിഷ് ക്രോം കൊടുക്കാം. ഓക്കെ, പോളിഷ് ക്രോം ആയിട്ടുണ്ട്, അത് മതി. ഇനിയൊക്കെ ഈ ഫേസ് സെലക്ട് ചെയ്യാം.
സ്കെച്ച് കൺവേർട്ട് എൻറ്റിറ്റി അതൊരു സർക്കിളായിട്ട് മാറിയിട്ടുണ്ട്. എന്നിട്ട് എക്സിറ്റ് എക്സ്ട്രൂഡ് 2.5 mm ഡിഗ്രി 80 mm മാറ്റുക 13 mm. ഓക്കെ ഓക്കെ കൊടുക്കാം. എന്നിട്ട് ഫില്ലറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഫില്ലറ്റ് 22.5 ഈ സർക്കിൾ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ. എന്നിട്ട് ഈ എക്സ്ട്രൂഡും ഈ ഫില്ലറ്റും സെലക്ട് ചെയ്യാം. അപ്പിയറൻസിൽ പോയി ക്രോം പ്ലേറ്റ്. ഓക്കെ, നമ്മുടെ പിൻ ഇവിടെ റെഡി ആയിട്ട് നല്ല കൂർപ്പിച്ചിട്ടുള്ള ഒരു പിന്നാണ് ഞാൻ ഇവിടെ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് വെച്ചത് കുത്തൂതി പറഞ്ഞ ചൊകര ചാടും, അതൊന്നും വെറുതെ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയുള്ള പിന്നാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. ഇത് നമുക്ക് സേവ് ചെയ്യാം. സേവ്. പിന്നെ തൽക്കാലം പിന്നെന്ന് മാത്രം ഇടുന്നുണ്ട്. സേവ്. ഇനി ഇതിൽ മോഷൻ സ്റ്റഡി പോവാം. നെക്സ്റ്റ് ഫിനിഷ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. എന്തെങ്കിലും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. വേണമെങ്കിൽ എന്തെങ്കിലും ഉപകാരം ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യണം ആദ്യമായിട്ട് കാണുന്നവർ. ഓക്കെ എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം കേട്ടോ. താങ്ക് യു ഗൈസ്.